ഗുഡ് മോർണിംഗ്. ഇന്ന് വിഷു കേട്ടോ, വലിയ വിഷു. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ എണീച്ചിട്ട് കണിയൊക്കെ വെച്ചതിൻ്റെ ശേഷം കേട്ടോ അമ്പലത്തിൽ നിന്ന് പോയേച്ച് മക്കളെ കൂട്ടിയില്ല. ആദ്യം ഞാൻ കണി സാധനങ്ങളൊക്കെ ഇന്നലെ രാത്രി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് രാവിലെ പോയി ജസ്റ്റ് വിളക്ക് കത്തിക്കാൻ മാത്രമേ ഉള്ളൂ. അത് കത്തിച്ചു ഞാനും ഹസ്ബൻഡും കൂടെ അമ്പലത്തിൽ പോയിട്ടോ. അതൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷമാണ് മക്കൾക്ക് കണി കാണിക്കണത്. അടുക്കളയിലെ പണിയൊക്കെ 5:30 ആകുമ്പോൾ അടുക്കളയിൽ കയറി 9:50 എല്ലാ പണികളും കഴിഞ്ഞു കേട്ടോ. അപ്പോഴൊന്നും വീഡിയോ എടുക്കാനുള്ള നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ കഴിഞ്ഞ് ഒരു കഞ്ഞി കുടിക്കാൻ പോയപ്പോഴാണ് കേട്ടോ വീഡിയോസൊക്കെ എടുക്കുന്നത്. ചിക്കൻ പൊരിച്ചതുണ്ട് ഇനി സ്പെഷ്യലായിട്ട്. കാരണം നമ്മളങ്ങനെ ചിക്കനും മീനൊന്നും വാങ്ങിയില്ല വലിയ വിഷുവിനോ വലിയ ഓണത്തിനൊന്നും. പക്ഷേ ഇപ്രാവശ്യം ചിക്കൻ വാങ്ങി. കാരണം എന്ന് വെച്ചാൽ ഈ പച്ചക്കറി മാത്രം ഇറങ്ങൂല. അങ്ങോട്ട് ഇറങ്ങി പോകാൻ കുറച്ച് പ്രയാസമാണ്. പിന്നെ സ്വന്തമായിട്ട് കുക്ക് ചെയ്യുന്നതായതിനെ കൊണ്ട് തന്നെ ആ ടേസ്റ്റ് അങ്ങ് കിട്ടൂലല്ലോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ അമ്മണിക്ക് ഇങ്ങനെയൊക്കെ എണീപ്പിച്ചു കുളിപ്പിച്ചു ചായ കൊടുത്തു. പുതിയ ഡ്രസ്സ് ഓരോ വലിയച്ഛൻ വാങ്ങിച്ചു കൊടുത്താട്ടോ ഡ്രസ്സ്. അതൊക്കെ ഇട്ടു. അതിട്ടിട്ട് ഇങ്ങനെ അലന്ന് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പിടിച്ച് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്ത്. അധികം മേക്കപ്പും കാര്യങ്ങളൊന്നും ചെയ്തില്ല. കാരണം എന്ന് വെച്ചാൽ വീട്ടിൽ പോകുമ്പോൾ എന്തായാലും ഒരു ഒരുങ്ങാണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഫുഡ് കഴിക്കും ഉറങ്ങുകയൊക്കെ ചെയ്യും. അപ്പം പിന്നെ ആകെ അലങ്കോലം ആവണ്ടാച്ചിട്ട് അത് കഴിഞ്ഞ് എൻ്റെ ഡയറി എഴുതാണ്ടായിരുന്നു കേട്ടോ. ഒരാഴ്ചക്കാലം എൻ്റെ വീട്ടിലായതുകൊണ്ട് ഡയറി എഴുത്ത് അവിടെ നിലച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എഴുതി തീർത്ത്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് കണി വെക്കുന്നതും എടുക്കണതൊക്കെ കേട്ടോ എൻ്റെ ലൈഫിൽ തന്നെ. അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയായി. പിന്നെ ഞാനൊന്ന് വന്ന് ഉറങ്ങാൻ വേണ്ടി നിന്നതാണ്. ഈ കട്ടിലിൻ്റെ ഈ തമ്പ് ഭാഗമല്ലേ അറ്റം, അത് എൻ്റെ സ്ഥലം കേട്ടോ. അപ്പോൾ ഓൻ വന്നതിൻ്റെ ശല്യം ചെയ്യണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു 5:30 ആയപ്പോൾ മാറ്റി. 5:30 മുതൽ മാറ്റിയിരുന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോണത് 6:30-ക്കാണ്. ഇവിടെ നല്ല ഇരുടായി. അത് കഴിഞ്ഞിട്ട് അമ്മണിക്കും എങ്ങനെയൊക്കെ ഞങ്ങൾ ഡ്രസ്സ് എടുത്തിൻ്റെ ആയിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേറെ 3-4 കൂട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് നല്ലത് നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. രാമനാട്ടുകര അയൽമാളിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ ഡ്രസ്സ് എടുത്തത്. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് നമ്മളെ വിഷു ശരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. കാരണം പടക്കം പൊട്ടിക്കലും പൂത്തിരെത്തിക്കലൊക്കെ ആയിട്ടൊരു ആക്റ്റീവായിട്ടുള്ള ടൈം അതായിരിക്കും കേട്ടോ. അപ്പം അനിയത്തി ആണ് പടക്കം പൊട്ടിക്കലിൻ്റെ മെയിനാണ്. അനിയത്തിയും എൻ്റെ അച്ഛനും പിന്നെ ഹസ്ബൻഡും. ഇളയച്ചന് പേടിയാട്ടോ. അപ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും കൂടെ പറഞ്ഞിട്ട് അമ്മണീനെ കൊണ്ട് കുറേശ്ശെ പരിപാടികൾ ചെയ്യിപ്പിക്കുകയാണ്. ആദ്യം ഒരു സെറ്റ് പടക്കം ഞങ്ങൾ വീട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് തണുത്തുകൊണ്ടാണോ എന്താ അറിയില്ല, അത്ര വലിയ എഫക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഇവർ രണ്ടാളും കൂടെ ഞങ്ങൾ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇളയച്ചനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ട് 2ാമത്തെ സെറ്റ് പടക്കം വാങ്ങിച്ചു കൊണ്ടുപോകുന്നു മക്കളെ. പിന്നെ ഞങ്ങൾ കിടക്കുന്നത് 12 മണി 1 മണിക്കാണ് കേട്ടോ. 2 പേരും കൂടെ കത്തിക്കുക മത്താപ്പ് കത്തിക്കുക, മേലെ പോയി പൊട്ടുന്ന റോക്കറ്റില്ലേ അതുണ്ടായിരുന്നു, പിന്നെ സ്കൈ ഷോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ പല വെറൈറ്റി ജാതി സാധനങ്ങൾ. അതിനിടയിൽ കണ്ടൊരു സാധനം ഇട്ടത് പാമ്പ് ഗുളിക. ആദ്യമൊക്കെ ഇത് കൂട്ടിയിട്ട് കത്തിക്കുക ചെയ്യാറ് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞാൽ പിന്നെ മിക്ക സീനിലും വിഷുവിൻ്റെ അവസാനമായിട്ട് അമ്മമാർ 2 പേരും കൂടെ കൂടിങ്ങാണ്ട് 2 പൂത്തിരി കത്തിച്ചാണ് ഞങ്ങൾ അവസാനിപ്പിക്കാറ് കേട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്രാവശ്യവും അങ്ങനെയാണ് ഉണ്ടായത്. അനിയത്തീൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും എൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ രണ്ടാളും കൂടെ കൂടിയിട്ട് പൂത്തിരി കത്തിച്ച് ആദ്യം മെഴുകുതിരി കെടുത്തി. പിന്നെ 2ാമത് അനിയത്തി എല്ലാവരും കൂടെ കൂടിങ്ങാണ്ട് പൂത്തിരി കത്തിച്ച് കൊടുത്തു. അവർക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു കൊടുത്തു കേട്ടോ. അത് മസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഞങ്ങളെ വിഷു കേട്ടോ. അടിപൊളിയായിട്ട് കഴിഞ്ഞു.